എന്താണ് നമ്മുടെ ഫ്രീലാൻസ് ബിസിനസ് പ്രോഗ്രാം? ഇത് പലർക്കുള്ളൊരു സംശയമാണ്. അപ്പോൾ അതേക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കും. നമ്മുടെ ഇടയിൽ പ്രത്യേകിച്ച് ഗൾഫിൽ കുറേ ആളുകളുണ്ട്. അതായത് അവരുടെ ജോലിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഇടയിലൊക്കെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ ആ ഒരു റെഫറൻസിൽ വരുന്ന പല ആളുകൾക്കും ടിക്കറ്റ് എടുത്തു കൊടുക്കുക, അതേപോലെ നാട്ടിൽ ഹോട്ടൽ ബുക്ക് ചെയ്ത് കൊടുക്കുക, റിസോർട്ട് ബുക്ക് ചെയ്ത് കൊടുക്കുക, വിസിറ്റിംഗ് വിസ എടുത്ത് കൊടുക്കുക, പിന്നെ ഡോക്യുമെൻ്റ് അറ്റസ്റ്റേഷൻ, അങ്ങനെ ഒരു ട്രാവൽ ഏജൻസി ചെയ്യുന്ന പണിയൊക്കെ ഒറ്റക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അപ്പോൾ അവർ ത്രൂ നമുക്ക് ഒരുപാട് ബിസിനസ് മുമ്പേ വരാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ കോവിഡിന് ശേഷം നമ്മൾ B2B ബിസിനസ് ഞങ്ങൾ ഒരു കൺട്രിയുടെ വിസിറ്റിംഗ് വിസ ആയിരുന്നു നമ്മൾ B2B മേഖലയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ബിസിനസ് ടു ബിസിനസ് മറ്റേ ഏജൻസികൾക്ക് സർവീസ് കൊടുക്കുക. നിർഭാഗ്യവശാൽ അത് ആ കൊറോണയ്ക്ക് ശേഷം ആ ഒരു ബിസിനസ് സ്റ്റോപ്പായി പോയി. ആ കൺട്രിയുടെ വിസിറ്റിംഗ് വിസ കൊടുക്കുന്നത് നിർത്തി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇതിനെക്കുറിച്ചൊരു ധാരണ കിട്ടി. ഇങ്ങനത്തെ കുറേ ആളുകളുണ്ട്, അവർ നമുക്ക് കോർഡിനേറ്റ് ചെയ്തിട്ട് അവർക്ക് നിലവിൽ എല്ലാ ട്രാവൽസൊന്നും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസിങ് വിചാരിച്ച് സംഭവിക്കുന്നത് വെച്ചാൽ ട്രാവൽസിൽ നിന്ന് എടുക്കുമ്പോൾ അവർ ചെറിയൊരു മാർജിൻ എടുത്തിട്ട് ലാഭം എടുത്തിട്ടാണ് ഇവർക്ക് കൊടുക്കുന്നത്. ഓൺലൈൻ എടുക്കുമ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് കമ്മീഷനോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. വെറുതെ ഒരു ഫ്രീ സർവീസ് പോലെ ചുരുക്കം ചില ആളുകൾ ചായ പൈസയുടെ എമൗണ്ട് ഒക്കെ മേടിക്കും. ഓക്കെ, അപ്പോൾ അവർക്ക് നമുക്കൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇങ്ങനെ ആളുകളെ കോർഡിനേറ്റ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാം, കോർഡിനേറ്റ് ചെയ്തിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിൻ്റെ ഒരു പ്ലാനാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് മോഡലാണ് ഫ്രീലാൻസ് ബിസിനസ് പ്രോഗ്രാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ കുറച്ച് പാർട്ടുകളായിട്ട് ചെയ്യാം. കാണും താല്പര്യമുള്ളവർ.